ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഒരു ഈവനിങ് വാക്ക്, നമുക്കൊരു ഈവനിങ് വാക്ക് നടത്താം. അപ്പോൾ ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ വലിയ ഭയങ്കര ജീവിതമൊന്നുമല്ല, എന്നാലും എല്ലാവർക്കും അവരവരുടേതായ ഒരു ജീവിതം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ എന്ത് വിഷമം വന്നാലും എന്ത് സന്തോഷം വന്നാലും അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് എടുക്കുന്നതിന് മുന്നേ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഞാൻ പോയി കാണാറുള്ള 2-3 ആൾക്കാരുണ്ട്. അത് ഇവിടെയാണ്, അതായത് കുന്നോന്നിയിൽ, എൻ്റെ സ്വന്തം സ്ഥലത്ത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു 2-3 ആൾക്കാരുണ്ട് കേട്ടോ. അതായത് ഇപ്പം ഞാൻ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു കാരണം സത്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണൊക്കെ നിറയുന്നു. അതായത് എനിക്ക് അത്രയും പ്രിയപ്പെട്ട 2-3 ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് അവരെ കാണിക്കാൻ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സത്യത്തിൽ. ഞാൻ കുറേ നാൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ തീരുമാനിച്ചതാണ് എനിക്ക് അവരെ എല്ലാവരും ഇങ്ങനെ കാണിച്ചു തരണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ അവരെ കാണിച്ചു തരാനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2-3 ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അവരെവിടെയാണ്, അവരുടെ സ്ഥലത്ത് പോയി നമുക്ക് അവരെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവരുടെ അടുത്തോട്ട് പോകാം. അതിന് മുന്നേ ഞാനിപ്പോൾ നമ്മുടെ റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കാണ്, അതായത് എൻ്റെ വീട്ടിലോട്ടുള്ള വഴിയാട്ടോ ഇത്. അപ്പം ഈ റബ്ബർ തോട്ടമൊക്കെ കാണാൻ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ. റബ്ബർ തോട്ടം ഒന്നും കണ്ടിട്ടില്ലാത്തവർക്ക് എൻ്റെ വീടിന് ചുറ്റും ഇപ്പോൾ ഇല കൊഴിയുന്ന സമയമാണേ. അപ്പോൾ നല്ല ഇല കൊഴിഞ്ഞിട്ട് ഇങ്ങനെ ഫുള്ളും കരിയിലക്കോടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഒരു ശബ്ദമൊക്കെ കേൾക്കും. പക്ഷേ ഇപ്പോൾ മഴ കഴിഞ്ഞിട്ട് ഇന്ന് നല്ല വെയിലുണ്ട്. അപ്പോൾ മഴ കഴിഞ്ഞിട്ടൊക്കെ ആയതുകൊണ്ട് കരിയിലേക്ക് ഉണങ്ങി വരുന്നുള്ളൂ. അല്ലെങ്കിൽ കരിയില ഇങ്ങനെ നമ്മൾ പോകുന്ന ഇങ്ങനെ ചവിട്ടി പോകണം. അപ്പോൾ ഒരു പ്രത്യേകത ശബ്ദം കേൾക്കും, നല്ല രസമാണ്. അപ്പോൾ എനിക്ക് പ്രാന്താണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായി, പക്ഷേ അല്ല, ചെറിയ പ്രാന്തുണ്ടോ എന്ന് ചോദിച്ചാൽ കാണും. എന്നാലും ഇങ്ങനെ ഈ ഇലയൊക്കെ കൊഴി ഇങ്ങനെ ഇപ്പോൾ ഉണക്ക് സമയമാണ്. ഉണങ്ങിയാണോ എന്ന് ചോദിച്ചാൽ ഉണങ്ങി ഇല കൊഴിയുന്നൊരു സമയം, അത്രേ ഉള്ളൂ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇല കൊഴിയുന്ന സമയമായതുകൊണ്ട് ഇത് കണ്ടില്ല, റോഡൊക്കെ കണ്ടില്ലേ, കോൺക്രീറ്റ് ആണ്, പക്ഷേ മണ്ണിട്ട റോഡ് പോലെ ഇരിക്കുന്നത്, കാരണം മുഴുവൻ കരിയില വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാവേ. അപ്പോൾ ഞാൻ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അതിന് മുന്നേ ഇന്ന് എൻ്റെ കൂടെ കമ്പനിക്കുള്ളത് നമ്മുടെ ജൂവലാണ്, എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ കൊച്ച്. അപ്പോൾ അവൾ തറവാട്ടിലുണ്ട്. അപ്പോൾ അവളെ നമുക്ക് ആദ്യം അവിടെ പോയി കൂട്ട് വിളിക്കാം. ഇവിടെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ, ഒരു 5 മിനിറ്റ്. തറവാട്ടിലോട്ടും അതെ, ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ടും അതെ, എല്ലായിടത്തോട്ടും കൂടുന്ന 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ. ഞാൻ ഓടി നടന്ന വഴികളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെയൊക്കെ കാണിച്ചു തരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അതിന് പറയുന്ന ഇങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് എന്നല്ല, ഒരു ഇങ്ങനെ കുളിർമ. അപ്പോൾ എല്ലാവരും കാണും ഇങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം നിങ്ങളെ. അപ്പോൾ നമുക്ക് ആദ്യം പോയി അവളോട് റെഡി നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവളവിടെ കാണും. അപ്പോൾ നമുക്ക് അവളെ പോയി തറവാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ വായു. എന്താട്ടോ ഞാൻ പറഞ്ഞു, നോക്കിയാൽ നല്ല കരിയില ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് ശരിക്കും മണ്ണിട്ട വഴിയാണെന്ന്. അല്ല, ഇതിങ്ങനെ മാന്തി നോക്കുമ്പോൾ ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, കോൺക്രീറ്റ് മേട്. അപ്പോൾ ഇതേ റബ്ബർ തോട്ടം. പച്ചപ്പും ഹരിതാപയൊക്കെ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്, എന്നാലും ഉണ്ട്. പക്ഷേ ഇല കൊഴിഞ്ഞ് നിൽക്കുന്ന സമയം ഇപ്പോൾ ഇത് കാണുമ്പോൾ വേറൊരു ഭംഗിയാണ് കേട്ടോ. ഈ മരങ്ങൾ ഇങ്ങനെ കുറേ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഈ നടന്നു പോകുന്ന വഴിക്ക് ഒരു തോടുണ്ട് കേട്ടോ. തോടെന്ന് പറഞ്ഞാൽ ഈ ഉരുളുപൊട്ടൽ എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ അങ്ങനെ ഉരുൾ പൊട്ടി വന്ന ഒരു കുഞ്ഞു തോട്. അവിടെ ഇപ്പം നല്ല മഴക്കാലം ആയതുകൊണ്ട് വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഞാൻ വെള്ളച്ചാട്ടമൊന്നും പറയില്ല, എന്നാലും ചെറിയ വെള്ളമുണ്ട്. ഞാൻ നോക്കട്ടെ അവിടെ കാണിച്ചു തരാൻ പറ്റുമോ നോക്കാവേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു കുഞ്ഞു തോട് പോലെ ഉണ്ട്, അത് കാണിച്ചു തരാമെന്ന്. നമുക്ക് അത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ആ വെള്ളച്ചാട്ടം. നല്ല ഫ്രഷ് വാട്ടർ, നല്ല തണുപ്പാണേ. ഇതൊന്ന് മുഖം കഴിക്കുമ്പോൾ നല്ല തണുപ്പാട്ടോ വെള്ളത്തിൽ, നല്ല രസമാണ്. അപ്പോൾ ഇതേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്, തറവാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾ അവിടെ മിറ്റത്തിറങ്ങി നിൽപ്പുണ്ട്. നമുക്ക് അവളെയും കൂട്ടിക്കൊണ്ട് പോവാം. എന്നെ കാണിക്കല്ലേ എന്ന് പറഞ്ഞാൽ അവൾ ഓടുകയാണ്, സുഹൃത്തുക്കളെ ഓടുക. അപ്പോൾ ഇതേ പാർട്ട്ണർ വന്നിട്ടുണ്ട്, പാർട്ട്ണറെ കൊണ്ട് ഞാൻ പോവുക. അപ്പോൾ ഞാൻ സ്ഥലത്ത് കാണിച്ചു തരാം കേട്ടോ, സ്ഥലം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലം ഏതാണെന്ന് ഇപ്പം ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഇതാണ് കേട്ടോ, ഇതാണ് എൻ്റെ സ്വന്തം ഇടവകപ്പള്ളി. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആൾക്കാരൊക്കെ ഉള്ളത്, അതായത് ഒരു കുഞ്ഞുനാൾ മുതൽ ഞാൻ കാണുന്ന എൻ്റെ സ്വന്തം ആൾക്കാർ. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോവാം. ഞാൻ പള്ളിയും പള്ളിയുടെ ആഗമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുറേ ആൾക്കാരൊക്കെ ഉള്ളതുണ്ട്, അപ്പോൾ അവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതാട്ടോ ഞങ്ങളുടെ പള്ളി സ്കൂൾ. അതായത് ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചത് ഈ സ്കൂളിലാണേ, ഞങ്ങളുടെ ഇടവകപ്പള്ളിയുടെ കുഞ്ഞ് സ്കൂൾ.
അവിടെ അവന്മാരെന്നെ കളിയൊക്കെ അറ്റൻഷനായി നിൽപ്പുണ്ട്. ഹായ് എന്നാലും സാരമില്ല. അപ്പോൾ ഇതാട്ടോ എൻ്റെ സ്കൂൾ. 4 വരെ ഞാൻ പഠിച്ചത് ഇവിടെയാണ്. ഇനി ഞാൻ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്ന മെയിൻ ആയിട്ടുള്ള ഒരാളെ ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ എൻ്റെ ഔസപിതാവ്. ഞാൻ വരുമ്പോഴും പോകുമ്പോഴും ഇവിടെ നിന്ന് നേർച്ചയിട്ടിട്ടാണ് ഞാൻ എങ്ങോട്ടും പോകുന്നത്. നേർച്ചയിട്ട് എല്ലാ ദിവസവും എടുത്തില്ല, പക്ഷേ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. ഇതാട്ടോ ഞാൻ ബസ് കയറാറുള്ള ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഔസപിതാവിൻ്റെ മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എപ്പോഴും എങ്ങോട്ട് പോയാലും വരുമ്പോഴും പോകുമ്പോഴും ഞാൻ ഔസപിതാവിനോട് ഇങ്ങനെ പറയും. അപ്പോൾ ഇത് പക്ഷേ ഇപ്പോൾ പള്ളിയിലോട്ട് ഇപ്പോൾ വലിയ റോഡൊക്കെ വെട്ടി സെറ്റപ്പൊക്കെ ആയി. പക്ഷേ പണ്ട് ഈ റോഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പണ്ട് ഈ സ്റ്റെപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്റ്റെപ്പ് ഫുള്ള് നമ്മളിങ്ങനെ നടന്ന് കയറണം. അപ്പോൾ നമുക്ക് നടന്ന് കയറി പള്ളിയിൽ പോവാം. അവിടെ അച്ഛനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അച്ഛനുണ്ടെങ്കിൽ നമുക്ക് അച്ഛനെ കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇപ്പോൾ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ വിളിച്ചു പറഞ്ഞൊന്നുമില്ല. നമുക്ക് പോയി വലിഞ്ഞ് കയറാം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറി പള്ളിയിൽ പോവാം കേട്ടോ. ക്യാമറമാൻ കൂടെ ചാടൂ. ക്യാമറമാൻ കൂടെ. അപ്പം ഞാൻ ഈ സ്റ്റെപ്പ് കയറി അല്ല കേട്ടോ പള്ളിയിൽ പോകാറ്. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് നടന്നു വരുമ്പോൾ ബാക്കിൽ കൂടി പള്ളി കയറാനുള്ള വഴിയുണ്ട്. ഇത് ശരിക്കും പള്ളിയുടെ മെയിൻ എൻട്രൻസാണ്. ഇതിലെയാണ് എല്ലാവരും പള്ളിയിൽ വന്ന് കയറുന്നത്. അപ്പോൾ ഇത് വളഞ്ഞ് ഇതായതുകൊണ്ട് നമുക്ക് വേറെ വഴിക്ക് ബാക്കിൽ കൂടി കയറാം. നമുക്ക് പള്ളി പോകാം. നമ്മുടെ പള്ളിയിൽ പുതിയതായിട്ട് പണിത ഗ്രോട്ടോയാണ്. അതായത് കുറവലങ്ങാട് മുത്തിയമ്മ, മാതാവ് മുത്തിയമ്മയുടെ ഒരു ഗ്രോട്ടോ. അപ്പോൾ പുതിയതായിട്ട് പണിത. പണ്ട് ഈ പള്ളി ഇങ്ങനെ നേരെ മേളി വരെ സ്റ്റെപ്പായിരുന്നു. ഇപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് 2 സൈഡ് ഇങ്ങനെ ഓപ്പൺ ആക്കി ഇവിടെ ഒരു പുതിയ ഗ്രോട്ടോ പണിതു. മാതാവിൻ്റെ ഗ്രോട്ടോയിൽ എല്ലാ ബുധനാഴ്ചയും കൊന്തയൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ പള്ളിയുടെ എൻട്രൻസിലെത്തി. നമ്മൾ ആനവാതിലിൻ്റെ അവിടെ പള്ളി അടച്ചെടുക്കുകയാണ്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ അകത്ത് കയറാം. അപ്പോൾ ഇത് പള്ളിയുടെ മുറ്റത്തെ കൊടിമരം. പിന്നെ ഇവിടെ ഒരു കൽക്കുരിശുണ്ട് കേട്ടോ. ഇതൊക്കെ പുതിയത് വെച്ചതാണ്. നമ്മുടെ അച്ഛൻ വന്ന് ഈ അച്ഛൻ പുതിയതായിട്ട് വെച്ചതാണ് ഇതൊക്കെ. നേരത്തെ ഞാനിവിടെ ഉള്ളപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഒരു പാവം പിടിച്ച പള്ളിയായിരുന്നു ഇത്. അപ്പോൾ കുറച്ച് മോഡേൺ ആക്കി. അപ്പോൾ നമുക്കിനി പള്ളിയുടെ അകത്തേക്ക് പോവാം. അപ്പോൾ അതേ പള്ളിയുടെ സൈഡിലെ ഒരു ഡോർ തുറന്നിട്ട് വേണം നമുക്ക് അതിനകത്തൂടെ പള്ളിക്കകത്ത് കയറാൻ കേട്ടോ. അച്ഛനാണെങ്കിൽ കോസ്റ്റ്യൂം ഒന്നും ശരിയല്ലാത്തതുകൊണ്ട് അച്ഛനെ വീഡിയോയിൽ എടുക്കുന്നില്ല. അച്ഛൻ ലോഹയൊന്നും ഇടാണ്ട് വൈകിട്ട് ഇവിടെ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുക. അപ്പോൾ ഇത് ഈ ഡോറ് തുറന്നിട്ടുണ്ട്. ഇത് എനിക്കൊന്ന് കാറ്റിസം പിള്ളേരുടെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. മരവും ചെടിയൊക്കെ വചന ട്രീയോ അങ്ങനെ ഏതാണ്ടെന്ന് തോന്നുന്നു. പള്ളി വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഡോറ് തുറന്നകത്തേക്ക് കയറാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ പള്ളിക്കകം. അപ്പം ഇവിടെ ഇപ്പോൾ ഞാനുള്ള സമയത്തെക്കാളും കുറേയും കൂടി ഒരു 3 വർഷം കൊണ്ട് കുറേയൊക്കെ റിനോവേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നല്ല രസമായി. ഇതാ ഇവിടെ ഇങ്ങനെ ബെഞ്ചൊക്കെ ഇട്ട് ഇരിക്കാനുള്ള സ്ഥലം. ഇതാണ് പള്ളിയുടെ മെയിൻ ഉൾഭാഗം. ഇനി ഞാൻ നിങ്ങളെ എൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ. അതായത് ഞാൻ ഈ പള്ളിയിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥലം, എൻ്റെ സ്വന്തം മറ്റേ തീരെഴുതി തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ സ്ഥലം. വാ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്ഥലം. അതായത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ കൊയർ പാടാൻ വേണ്ടി പള്ളിയിൽ കൊയറിൽ കയറുന്നത്. അന്ന് കുഞ്ഞ്. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ വേദപാഠം പഠിക്കുമല്ലോ. അപ്പോൾ വേദപാഠത്തിന് എൻ്റെ സീനിയർ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സീനിയർ ചേച്ചിമാരിങ്ങനെ ഓരോ സ്കൂളിൽ ഓരോ പരിപാടിയൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പിള്ളേരെയും കൊണ്ടൊക്കെ ഓരോന്നും ചെയ്യിപ്പിക്കുമല്ലോ. അങ്ങനെ പാട്ട് പാടുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ഞാനതിന് മുന്നേ സ്കൂളിലൊക്കെ പാട്ട് പാടുമായിരുന്നു കേട്ടോ. നേഴ്സറി തൊട്ടേ ഞാൻ പരിപാടി തുടങ്ങിയായിരുന്നു. അപ്പോൾ എന്നാലും ഇതൊരു തള്ളാണെന്നാലും വിചാരിക്കരുത് ദൈവമേ. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഭാഗത്ത് വരുന്നത്. അതായത് ഇവിടെ ആയിരുന്നു എൻ്റെ സ്ഥലം. ഇവിടെ കീബോർഡ് വയ്ക്കും. ഇവിടെ ഞങ്ങളിങ്ങനെ കുറേ പേര് നിരന്ന് നിൽക്കും, പാട്ട് പാടും. അപ്പോൾ നമ്മൾ ആൾത്താരയുടെ തൊട്ടടുത്ത് അന്ന് തൊട്ട് ഇതെൻ്റെ സ്ഥലം. പിന്നെ എപ്പോഴും പള്ളി വരുമ്പം ബാക്കി പോയി നിൽക്കും. നമ്മൾ ജലദോഷം പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ പാടാൻ പറ്റത്തില്ലല്ലോ, അന്നേരമൊക്കെ ബാക്കി പോയി നിൽക്കും. അല്ലാതെ ഒരു 95% എൻ്റെ പള്ളിയിൽ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ഇങ്ങനെ പഴയ ഇതൊക്കെ എനിക്ക് തോന്നുന്നു. അന്ന് തൊട്ട് ഞാൻ 5ാം ക്ലാസ്സിൽ തൊട്ട് ഞാൻ കൊയർ പാടാൻ തുടങ്ങിയതാണ്. അപ്പം അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാരെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജോസ്മി ചേച്ചിയുണ്ട്, പിന്നെ അഞ്ചു പൈസ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുണ്ട്, പിന്നെ ബിന്ദുലിസ് എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുണ്ട്. ഇതൊക്കെ സീനിയേഴ്സാണ് കേട്ടോ. അവരുടെ കൂടെയാണ് ഞാൻ എൻ്റെ ഈ കൊയർ കരിയർ ആരംഭിച്ചത്. പിന്നെ എല്ലാറ്റിലും മെയിനായിട്ട് പാപ്പച്ചൻ ചേട്ടൻ. അപ്പം പാപ്പച്ചൻ ചേട്ടനായിരുന്നു ഇവിടുത്തെ മെയിൻ കൊയറിൻ്റെ ആൾ. പണ്ട് തൊട്ടേ ഉള്ളത് പാപ്പച്ചൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രായമുള്ള ആളാണ്, പക്ഷേ പാപ്പൻ ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ പാപ്പൻ ചേട്ടനായിരുന്നു എൻ്റെ കൊയർ ഗുരു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറേ പേരുണ്ടായിരുന്നു.
അപ്പോൾ ആ സമയത്താണ് ഞാനിങ്ങനെ പാട്ട് പാടാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ചേച്ചിമാർ ഓരോരുത്തർ ഇങ്ങനെ പാസ് ഔട്ട് ആകുമ്പോൾ നമ്മൾ വലുതായി വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ലീഡറായി. പിന്നെ നമ്മൾ പോകുന്നതിന് മുന്നേയൊക്കെ ഞാൻ കുറേ ഇവിടുത്തെ ഇപ്പോഴത്തെ കൊയർ പിള്ളേരെയൊക്കെ ഞാനും കുറച്ച് അവരെ പഠിപ്പിക്കാനൊക്കെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് എൻ്റെ കൂടെ പാടിയൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ വലുതായി, അവർ ചേച്ചിമാരൊക്കെ പോയി, അങ്ങനെ ഇപ്പം ഞാനും പോയി. പക്ഷേ എന്തേലും നമ്മൾ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പള്ളിയിലെത്തുമ്പോൾ ആ ഒരു ഫീൽ എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഫീൽ തന്നെയാണ്. ഇവിടെ എന്നെ കളിപ്പിച്ചിരിക്കുന്നു, അതാണ് എനിക്ക് ചിരി വരുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ സ്ഥലം. ഇപ്പോൾ ഇവിടുത്തെ കൊയറുകാർ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ നിന്ന് വർത്താനം പറയുന്നങ്ങാണ്ട് ഓർത്തിട്ടാണോ എന്ന് അറിയത്തില്ല, എനിക്കറിയത്തില്ല. അച്ഛനോട് ചോദിക്കും. പിള്ളേരെ ഫ്രണ്ടിലാണ് നിർത്തുന്നത്. ഇപ്പം കീബോർഡൊക്കെ അങ്ങോട്ട് മാറ്റി. ഞങ്ങളായിരുന്നപ്പോൾ ഇവിടെ ആയിരുന്നു കേട്ടോ. ഇതായിരുന്നു നമ്മുടെ ഒരു ഏരിയ എന്ന് പറയുന്നു. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആളെ ഞാൻ കാണിച്ചു. രണ്ടാമത്തെ ആളല്ല, ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാറുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരാളാണ്. ഇത് ഫ്രണ്ടിലായിരുന്നു. ഇപ്പോൾ പള്ളി റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ രൂപക്കൂട് ഇങ്ങോട്ട് മാറ്റി. ഇപ്പോൾ അവിടെ വേറെ പിക്ചറാണ് വെച്ചേക്കുന്നത്. അപ്പോൾ രൂപക്കൂട് ഇവിടെയാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആൾ, ഔസേപ്പിതാവ്. ഈ ഔസേപ്പിതാവിൻ്റെ വലത് കയ്യിലാണ് ഉണ്ണീശോ ഉള്ളത്. എനിക്ക് തോന്നുന്നു ബാക്കി കുറേയൊക്കെ രൂപങ്ങളിൽ ഇടത് കയ്യിലാണ് ഈ ഔസേപ്പിതാവ് ഉണ്ണീശോയെ പിടിച്ചത്. അങ്ങനെ എന്തോ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ ഔസേപ്പിതാവിൻ്റെ ഒരു ഭയങ്കര ഭക്തയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ മെയിൻ ഇത് സെൻറ്റ് ജോസഫ് ചർച്ചാണ്. അപ്പോൾ ബുധനാഴ്ച ഇട ദിവസം ആയതുകൊണ്ട് എല്ലാവർക്കും നൊവേന കൂടാൻ വരാൻ പറ്റാത്തതുകൊണ്ട് പിള്ളേർക്ക് ക്ലാസ്സുള്ള ദിവസമല്ല. അപ്പോൾ ശനിയാഴ്ചത്തേക്ക് മാറ്റി. അങ്ങനെ ഇപ്പം നിലവിൽ ശനിയാഴ്ചയാണ് ഇവിടെ ഔസേപ്പിതാവിൻ്റെ നൊവേന, ബുധനാഴ്ച മാതാവിൻ്റെ നൊവേനയും. അപ്പോൾ ഞാനുള്ള സമയത്ത് ശനിയാഴ്ച മാതാവിൻ്റെ നൊവേനയും ബുധനാഴ്ച ഔസേപ്പിതാവിൻ്റെ നൊവേനയായിരുന്നു. അപ്പോൾ ഞാൻ പറ്റുന്നില്ല ബുധനാഴ്ച ഔസേപ്പിതാവിൻ്റെ നൊവേന, കാരണം നമ്മുടെ വീട് ഇവിടെ തൊട്ടടുത്താണല്ലോ. അപ്പോൾ ഒറ്റ ഓട്ടത്തിന് ഇവിടെ എത്തും, തിരിച്ചൊരു കയറ്റത്തിന് അങ്ങോട്ട് എത്തും. അപ്പം വേണ്ടി ഞങ്ങൾ സ്ഥിരമായിട്ട് ബുധനാഴ്ച വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഔസേപ്പിതാവ്. നല്ല ശക്തിയുള്ള ഔസേപ്പിതാവാണ്. നമ്മൾ എന്ത് കാര്യം പ്രാർത്ഥിച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സാധിച്ചു വരും കേട്ടോ. എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരു ഔസേപ്പിതാവാണിത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിലായിരുന്നു രൂപം വെച്ചിരുന്നത്. ഇപ്പം ഇങ്ങോട്ട് മാറ്റി. അവിടെ ഇപ്പോൾ റിനോവേറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ മാറ്റി, ഈ ഫ്രണ്ട് ഭാഗം മാറ്റിയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അങ്ങോട്ട് മാറ്റിയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരാൾ. അടുത്ത ഒരാളെന്ന് പറയുന്നത് എൻ്റെ ഈ ഔസേപ്പിതാവിൻ്റെ തൊട്ട് ബാക്കിലിരിക്കുന്ന നിത്യസഹായ മാതാവാണ് കേട്ടോ. ആ മാതാവ്, ഈ മാതാവിൻ്റെ നൊവേന എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ബാക്കി അറിയാൻ എനിക്കറിയത്തില്ല. ഇവിടെ ശനിയാഴ്ചയായിരുന്നു ഞാനുള്ള സമയം, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 3 ശനിയാഴ്ച അടുപ്പിച്ച് വന്ന് മാതാവിൻ്റെ നൊവേന കൂടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കും. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്നില്ല, പക്ഷേ അന്നൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഇപ്പം ഒന്നും വേണ്ട, ക്രിസ്മസ് പരീക്ഷയ്ക്ക് ജയിക്കാൻ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ പരീക്ഷ, അങ്ങനത്തെ നമ്മുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. പക്ഷെ നമുക്കെന്തോ ഇപ്പോൾ ചില സബ്ജക്റ്റൊക്കെ എഴുതിയിട്ട് നമുക്ക് തോന്നുന്നു ഈശോയെ ജയിക്കുമോ. എനിക്കാണ് മാത്സ് ഭയങ്കര പാടുള്ള ആളാണ്. അന്നേരം ഞാൻ ഈ മാത്സിനൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് മാതാവിൻ്റെ നൊവേന 3 ദിവസം, 3 ശനിയാഴ്ച മാതാവ് ക്രിസ്മസ് പരീക്ഷ എല്ലാ പരീക്ഷ കഴിയുമ്പോൾ 3 ശനിയാഴ്ച ഞാനങ്ങ് നേരുക. കാരണം എന്തോ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ഞാൻ എങ്ങനെയാണെങ്കിലും പാസ്സായിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ മാതാവ്. അപ്പോൾ ഇവർ രണ്ടുപേരും നേരത്തെ ഫ്രണ്ടിലായിരുന്നു. ഇപ്പോൾ ഇവിടെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് മാറ്റി. ഇപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഉപേക്ഷിക്കാനും മറക്കാനും ഒന്നിനും പറ്റാത്ത 2 ആൾക്കാർ. ഞാൻ എല്ലാ തീരുമാനങ്ങളും എടുക്കുമ്പോഴും, അല്ലെങ്കിൽ വലിയ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടും ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് പോയ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. വേറെ ഒന്നുമല്ല, നമ്മളെന്തൊരു പുതിയ കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു വിശ്വാസമായിരിക്കുമല്ലോ. എല്ലാവർക്കും കാണും അങ്ങനെ ഒരു വിശ്വാസമുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആൾക്കാരാണ് ഇത്. പിന്നെ താഴെയുള്ള ആ ഔസേപ്പിതാവിൻ്റെ രൂപവും ഞാൻ കാണിച്ചു തന്ന ഗ്രോട്ടോയിൽ അവിടെ ഉള്ള രൂപവും, അവിടെ ഞാൻ ഇന്ന് ഈ വരുന്ന വഴിക്കും പോകുന്ന വഴിക്കും നമ്മൾ കാണുന്നതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഇവരെയാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. അപ്പം ഇനി എന്താ നിങ്ങൾക്ക് കാണാനുള്ളത്? ഇനി പള്ളി ഇത് അൾത്താരയാണ് കേട്ടോ. ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ എൻ്റെ പള്ളിയും ഇവരെയൊക്കെ നിങ്ങളെ കാണിച്ചു തരണമെന്ന്. അപ്പോൾ ഇന്ന് ഏതായാലും അത് ഏകദേശമായിരിക്കുകയാണ്. ഇനി അൾത്താര ലൈറ്റൊക്കെ ഇട്ട് ഞാൻ പിന്നെ ഒരു ദിവസം പിന്നെ ഒരു ദിവസമല്ല, ഞാൻ നോക്കട്ടെ, ഞാൻ ഏതെങ്കിലും രാവിലെ പള്ളി വരുന്നൊരു ദിവസം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ബാ, ഇപ്പുറത്തുനിന്ന് എടുത്തോടി. അയ്യോ, മെമ്മറീസ്. പക്ഷെ ഇപ്പോൾ ഇവിടെ കേട്ടോ, ഇവിടെ ഫ്രണ്ട്, ഇത് പള്ളിയുടെ ഫ്രണ്ടാണ്, അൾത്താരയുടെ ഫ്രണ്ടാണ്. പക്ഷേ ഞാനായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ അപ്പുറത്തെ സൈഡായിരുന്നു കേട്ടോ. അന്നത്തെ അതേ മൈക്ക് തന്നെയാണ് ഇപ്പോഴും, മാറ്റമൊന്നുമില്ല. ഇതിലെൻ്റെ മൈക്ക് ഇതായിരുന്നു കേട്ടോ എൻ്റെ മൈക്ക്. ഇതായിരുന്നു എൻ്റെ മൈക്ക്. പ്രധാന വിനോദമായിരുന്നു കേട്ടോ. ഈ മണി ഇങ്ങനെ കാണുമ്പോൾ ഈ വള്ളിയിൽ തൂങ്ങാതെ അടിച്ചാൽ തീർന്നു. പിന്നെ ഇത് അത്യാവശ്യം നല്ല ശക്തിയുള്ളത് കൊണ്ട്, അല്ല വലുതായതുകൊണ്ട് ഞാൻ തൊട്ടാലും അങ്ങനെ ആടുകയൊന്നുമില്ല കേട്ടോ. ഇതായിരുന്നു നമ്മുടെ പള്ളിമണി. ഇതാട്ടോ നമ്മുടെ പള്ളിമുറി. കണ്ടു ബാക്കിൽ എന്തൊരു സീനറി ആണെന്നുണ്ടോ.
ഇവിടെ രാവിലെ മഞ്ഞക്കുള്ള ദിവസമാണെങ്കിൽ കാണാൻ ഭയങ്കര രസം കേട്ടോ. അത് മലയാണ്, ആ കാണുന്നതൊക്കെ മലകളാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു മലയുടെ പൊക്കത്തിലാണെന്ന്. ചെറുതായിട്ട് ശരിയാണ്. ശരിക്കും എൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് കുന്നോന്നി എന്നാണ്. അപ്പോൾ കുന്നുകൾ ഊന്നി ഊന്നി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് കുന്നോന്നി എന്ന് പേര് വന്നതെന്നാണ് പറയുന്നത്. അതായത് കുന്നെന്ന് പറഞ്ഞാൽ മല, അപ്പോൾ കുറേ ഇങ്ങനെ മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഭയങ്കര ഒരു സെറീനിക് ബ്യൂട്ടി എന്നൊക്കെ പറയുന്ന പോലെയാണ് ശരിക്കും നമ്മുടെ ഈ സ്ഥലം. ചെറിയ മഴക്കാരൊക്കെ ഉണ്ട്. ഇതിലെ അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് സെമിത്തേരി പോകാം കേട്ടോ. താഴെയാണ് സെമിത്തേരി. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇത് നിങ്ങളെയൊക്കെ കാണിച്ചു തരണമെന്ന്, പള്ളിയും നമ്മുടെ ഈ പള്ളിയുടെ സ്ഥലവും ഇതൊക്കെ കേട്ടോ. അപ്പോൾ ദേ ആ കാണുന്ന വഴി കണ്ടോ, അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ആ ഗേറ്റിൽ കൂടെയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് വരുന്നത്. കാരണം ആ വഴിക്ക് ആ കാണുന്ന മേളിലോട്ട് കിടക്കുന്ന വഴി നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടുള്ളത്. അപ്പോൾ അതിലേ ഇറങ്ങി വന്ന് ഇതിലേ കയറി, ഞാൻ ശരിക്കും ഫ്രണ്ടിലോട്ട് പോകാറില്ല, നേരെ ഇങ്ങനെ വരും, ഇങ്ങനെ കയറി ഇതിവിടുന്ന് ഇങ്ങനെ നമുക്ക് സങ്കീർത്തിയിലോട്ട് കയറാം. കാരണം സങ്കീർത്തിയാണല്ലോ നമ്മുടെ സ്ഥലം. അപ്പോൾ പാട്ട് പാടാൻ ഇവിടെ ആയതുകൊണ്ട് ഇങ്ങനെ നേരെ വന്ന് ഇങ്ങനെ കയറുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വഴിക്ക് വരുന്നതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ കൂടെ സ്റ്റെപ്പ് കയറിയൊന്നും വരാറില്ല അങ്ങനെ. പിന്നെ ഇത് ആ കാണുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തറവാട് വീടാണ് കേട്ടോ. അവിടെ ഈ റോഡിൻ്റെ അപ്പുറം തന്നെ തറവാടാണ്. അവിടെ നിന്നാണ് ഞാൻ ഇവിടെ എടുത്തുകൊണ്ട് വന്നത്. അപ്പം മനസ്സിലാവില്ല എന്തോ ഒരു അടുത്താണ് നമുക്ക് പള്ളിയും വീടും ഒക്കെ. അപ്പോൾ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ രാത്രി കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്. കാരണം ചിലപ്പോൾ എന്ന് വെച്ചാൽ രാത്രി കുർബാനയ്ക്ക് ഞാൻ പാട്ട് പാടും, അത് കഴിഞ്ഞിട്ട് രാവിലെ 7 കുർബാനയ്ക്ക് ഞാൻ തന്നെ ആയിരിക്കും പാട്ട് പാടും. വെറും ഷോ തന്നെ. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ കുർബാനയ്ക്ക് ഞാൻ തന്നെ ആയിരിക്കും പാട്ട് പാടുന്നത്. അപ്പോൾ വീട്ടിൽ വരെ പോകുന്ന അത്രയും ഉറക്കം കറയുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ കിടന്ന് ഉറക്കാം. അന്നേരം അമ്മച്ചിയുള്ളപ്പോൾ അമ്മച്ചിയാണ് എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ച് വീണ്ടും 7 കുർബാനയ്ക്ക് വിടുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നേരെ നടന്ന് ഇങ്ങനെ വന്ന് പോയി പാട്ട് പാടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഉറങ്ങിയും പോയിട്ടുണ്ട് ഇതേപോലെ. പാട്ട് പാടാനായി വരാമെന്നൊക്കെ പറഞ്ഞ് രാവിലെ ഏറ്റിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. എന്നിട്ട് പിന്നെ എന്നെ നമ്മുടെ വിശ്വാസ പ്രമാണം ആയപ്പോൾ തൊട്ട് എനിക്ക് ഫോൺ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറയാൻ മറന്നുപോയി എന്നെ വിളിക്കണം എന്നുള്ളത്. അമ്മ വിചാരിച്ചു ഞാൻ ഉറങ്ങുമായിരിക്കും, രാവിലെ വേറെ ആരെങ്കിലും പാടുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അമ്മ എന്നെ വിളിച്ചില്ല. അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ അമ്മ, അമ്മച്ചി ഇപ്പോൾ ഇല്ല. അപ്പോൾ കുട്ടിയമ്മ ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ കുട്ടിയമ്മയോട് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് കുട്ടിയമ്മ ഓർത്തെന്നാൽ എനിക്ക് രാവിലെ ഇന്ന് പാട്ടില്ലായിരിക്കും എന്ന് വിചാരിച്ച് കുട്ടിയമ്മ എന്നെ വിളിച്ചില്ല. എൻ്റെ ഫോണാണെങ്കിൽ രാത്രി പള്ളി കൊണ്ടുപോയിട്ട് സൈലൻ്റ് ആയി പോയി. കുറേ നേരം കിടന്ന് വിളിച്ചിട്ടും എടുക്കുന്നില്ല. എന്നിട്ട് പിന്നെ ഇവിടുന്ന് ആൾക്കാർ വന്നു, അവിടെ വീട്ടിൽ വന്നു. എന്നിട്ട് അവരെന്നെ അവിടുന്ന് ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ചെഴുന്നേപ്പിച്ചുകൊണ്ട് വന്ന് പാടിയിട്ടുള്ള ചരിത്രം വരെ എനിക്കുണ്ട്. അതൊക്കെ ഇപ്പോൾ ഓർക്കം ഭയങ്കര കോമഡിയാണ്. പക്ഷേ അന്ന് എനിക്ക് എന്തൊരു ടെൻഷനായിരുന്നു. ഞാൻ അന്നത്തോടെ എൻ്റെ കൊയർ ജീവിതം അവസാനിച്ചു. കാരണം പരിപാടി കേട്ടിട്ട് വരണ്ടേ. എന്നിട്ട് അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതരം ജീവിതമായിരുന്നു എൻ്റെ. അപ്പോൾ അതൊക്കെയായിരുന്നു ഒരു കാലം. അങ്ങനെ അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ മേച്ചിൽ പുറങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ സത്യത്തിൽ ക്രിസ്മസ്, ഈസ്റ്റർ, പെരുന്നാൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നാൽ പിന്നെ എന്നെ വീട്ടിൽ കാണത്തില്ല. കാരണം കൊയർ പ്രാക്ടീസ് കാണും, കൊയറുകാർക്ക് പ്രത്യേക ഫുഡ് കാണും. അപ്പോൾ രാവിലെ തൊട്ടേ ഞാനിവിടെ പ്രസൻ്റാണ് ശരിക്കും പള്ളിക്കകത്ത്. അത്രയ്ക്കൊരു അടുപ്പമാണ് എനിക്ക് പള്ളിയായിട്ട്. അപ്പോൾ അന്നേരം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാവരും എൻ്റെ പള്ളിയും സ്ഥലമൊക്കെ കാണിച്ചു തരണമെന്ന്. അപ്പോൾ ഇനി ശരിക്കും ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഗ്രാമമാണ് കേട്ടോ. ഗ്രാമം അതെ, ഒരു വില്ലേജ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ തനി നാട്ടിൻപുറത്തുകാരായ കുറേ ആൾക്കാർ. ഇതൊരു വലിയ ഇടവകയൊന്നുമല്ല, കുറച്ച് 240-250 വീട്ടുകാരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കൃഷിക്കാരും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ പ്ലേസാണ്. അപ്പോൾ എനിക്ക് ഞാൻ പെട്ടെന്ന് തൃശ്ശൂരേക്ക് വന്നപ്പോൾ അത്രയും വലിയൊരു ടൗണൊക്കെയാണ് ഭയങ്കര വ്യത്യാസം. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ അവിടെ തമ്മിൽ എന്തൊരു ഡിഫറൻസ് ആണെന്നുള്ളത്. സത്യത്തിൽ ആൾക്കാരുടെ പെരുമാറ്റത്തിലാണെങ്കിൽ പോലും നമുക്ക് ഒരു വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഭയങ്കര അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പള്ളിയും സ്ഥലങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും അതിന് സാധിച്ചു. അതിന് എൻ്റെ യേശുപിതാവിന് നന്ദി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻസ് ആയിട്ട് പറയണം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കാണാൻ, ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാനൊക്കെ ആഗ്രഹം ഉണ്ടോ എന്നുള്ളത് പറയണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.